ദേശീയ അധ്യക്ഷന്റെ പ്രതികരണം ഇങ്ങനെ ഒരു പരാതിയൊന്നും കിട്ടിയിട്ടില്ല, അതിൽ പുനഃപരിശോധന ഉണ്ടാകില്ല എന്ന് പറയുന്നു. KPCC അധ്യക്ഷനാകട്ടെ ഇത്തരം ആവശ്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണം അത് പരോക്ഷമായി അദ്ദേഹം പറയുകയാണ്. KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നു. ഇവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമല്ലോ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം, ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ മറ്റ് ചില നേതാക്കളാകട്ടെ അതൃപ്തിയുണ്ട് എന്ന തരത്തിലേക്ക് തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ വരും വരായികകളെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ വേണ്ടി കളമൊരുങ്ങുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ കഴിഞ്ഞ എത്രയോ നാളുകളായി, 50-ലേറെ ദിവസങ്ങളായി ഇതിൽ ചർച്ചകളും തുടർ ചർച്ചകളും ഒക്കെ ആയി പോയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാകും ഇനി വരും നാളുകളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? കോൺഗ്രസിൽ ഉൾപ്പെടെ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുമോ? അനുജ, കോൺഗ്രസിൽ അതിന്റെ അനുരണനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ ഏറെക്കാലമായി മാറിമറിയുന്നൊരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടായിരുന്നു. അത് ഒരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക്, അതല്ലെങ്കിൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് വഴിമാറുന്നതാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും ഒപ്പം തന്നെ മറ്റു ഭാരവാഹികളുമായുള്ള പുതിയ പട്ടിക അനൗൺസ് ചെയ്തതിന് പിന്നാലെ രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതല്ല ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത്. അതിനുമപ്പുറത്തേക്ക് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു തസ്തിക, വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു തസ്തിക സൃഷ്ടിക്കുകയും അതിൽ ബിനു ചുള്ളിലിനെ നിയമിക്കുകയും ചെയ്തതിലാണ് I ഗ്രൂപ്പിന്റെയും A ഗ്രൂപ്പിന്റെയും ഒരുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതൃപ്തി. ഒരുപക്ഷെ OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയായിരുന്നുവെങ്കിൽ പോലും ഈ രണ്ട് ഗ്രൂപ്പുകളും അത് അംഗീകരിക്കുമായിരുന്നു, ആ തീരുമാനത്തെ അംഗീകരിക്കുമായിരുന്നു എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പറയുന്നത്. അതിനുമപ്പുറത്തേക്ക് ബിനു ചുള്ളിലിനെ കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചതാണ് പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതിൽ തന്നെ ഏറെക്കാലമായി പാർട്ടി പിടിക്കാനായി KC വേണുഗോപാൽ കേരളത്തിലെ പാർട്ടി പിടിക്കാനായി ശ്രമം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് AI ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്തി അതിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ KC വേണുഗോപാലിനൊപ്പം കൂട്ടുന്ന നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ ആ നിലയിലൊരു അതൃപ്തി പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന നില സ്വീകരിച്ചിരുന്നുമില്ല. പക്ഷേ ഇന്നലത്തോടുകൂടി കാര്യങ്ങൾ മാറിമറിയുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആ അതൃപ്തി പരസ്യമാക്കാനുള്ള തീരുമാനത്തിലാണ്. ഹൈക്കമാൻഡിന് ഇരു ഗ്രൂപ്പുകളും പരാതി നൽകും. മാത്രമല്ല, പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ന് രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വരട്ടെ എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും ചിലത് കണക്ക് കൂട്ടുന്നുണ്ട്, ഹൈക്കമാൻഡിന് പരാതി നൽകാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വരട്ടെ എന്ന രമേശ് ചെന്നിത്തലയുടെ ആ മറുപടി. അതിനപ്പുറത്തേക്ക് പുതിയ അധ്യക്ഷൻ ആശംസകൾ നേർന്നിട്ടില്ല. ആ തീരുമാനം തെറ്റെന്നോ ശരിയെന്നോ പോലും പറയാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായിട്ടില്ല. അങ്ങനെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി KC വേണുഗോപാലിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ആകെ ബാധിക്കുന്ന ഗ്രൂപ്പ് തർക്കമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിൽ തന്നെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആണ്. അലോഷ്യസ് സേവ്യർ A ഗ്രൂപ്പിന്റെ നമുക്കറിയാം. ഇപ്പോൾ സലീം പറഞ്ഞു വരുന്നത് ഈ പോഷക സംഘടനകൾ എങ്ങനെയാണ് KC വേണുഗോപാൽ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത് എന്നതാണ്. അലോഷ്യസ് സേവ്യർ ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷത്താണ്. കൂടാതെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ KC വേണുഗോപാൽ കൃത്യമായ കരുനീക്കം നടത്തിയിരിക്കുന്നു. തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരവേ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച കരുനീക്കങ്ങളൊക്കെ അത് വിജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകും. അതൊരു ഉൾപ്പാട്ടി പോരിലേക്ക് നയിക്കും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലീം? അനുജ, ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തന്നെ ഈ നേതാക്കളുടെ പ്രതികരണത്തിൽ ആ നിലയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ വലിയ വിയോജിപ്പുണ്ട്, അത് പാർട്ടിക്കുള്ളിൽ പറയാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകപക്ഷീയ തീരുമാനങ്ങൾക്കെതിരെ രംഗത്തിറങ്ങാനും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അത് പ്രതിരോധിക്കാനുമാണ് തീരുമാനം. പ്രത്യേകിച്ചും ഈ സംസ്ഥാന അധ്യക്ഷ പദവികൾ, അത് KSUവിൻ്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന അധ്യക്ഷ പദവികൾ പതിറ്റാണ്ടുകളായി A ഗ്രൂപ്പിൻ്റെ കൈവശമുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഈ A ഗ്രൂപ്പിനായി പ്രധാനപ്പെട്ട പദവികളൊക്കെ ലഭിക്കുമ്പോഴും തൊട്ടപ്പുറത്ത് I ഗ്രൂപ്പിന് തൊട്ട് താഴത്തെ പദവി നൽകുന്ന ശീലമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. അത് അക്കാലത്ത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ശക്തമായ തർക്കങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് പോലും ഉമ്മൻചാണ്ടി അതിന്റെ പ്രധാനപ്പെട്ട അധ്യക്ഷ പദവി ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന് ലഭിക്കുകയാണെങ്കിൽ, A ഗ്രൂപ്പിന് ലഭിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് I ഗ്രൂപ്പിന് തൊട്ടു താഴത്തെ പദവി ലഭിക്കാനും ഉമ്മൻചാണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറുന്നു എന്നുള്ളതാണ്. ഈ ഏതെങ്കിലും ഒരു പോഷക സംഘടനയുടെ പോലും അധ്യക്ഷ പദവി മറ്റേതെങ്കിലും ഗ്രൂപ്പുകാർക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിക്ക് പുറമെ ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി കൂടി പുതുതായി തിരികെ കയറ്റി അതിൽ ബിനു ചുള്ളിലിനെ, KC വേണുഗോപാലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബിനു ചുള്ളിലിനെ കൂടി തിരികെ കയറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മറ്റ് പ്രധാന ഗ്രൂപ്പ് നേതാക്കളുടെ ആരോപണം. ഈ ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്താനും സംസ്ഥാനത്ത് കഴിഞ്ഞ 9.5 വർഷവും പ്രവർത്തിക്കാതെ പ്രതിപക്ഷമായി പ്രവർത്തിച്ച നേതാക്കളെയും അവരുടെ ഗ്രൂപ്പുകളെയും പരിഗണിക്കാതെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള KC വേണുഗോപാലിന്റെ തന്ത്രമാണ് ഇത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു
ഒരു വലിയ തർക്കത്തിലേക്ക് തന്നെ ഇക്കാര്യങ്ങൾ പോവുകയും ചെയ്യും. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ KPCC യോഗത്തിന് പിന്നാലെ, ശാസനയ്ക്ക് പിന്നാലെ നിന്നതാണ്. അതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങുന്നത്. സ്വാഭാവികമായും നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടിച്ച നേതാക്കൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ വരവിനെ ആശങ്കയോടെ കാണുന്നുണ്ട്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യുക എന്നതുൾപ്പെടെയുള്ള പല അജണ്ടകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ നാളുകളായി കരുനീക്കങ്ങൾ തുടങ്ങിയത് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പുകളുടെ ആരോപണം. സ്വാഭാവികമായും ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ പോലും തുടർച്ചയായ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഒരു പരാതി പ്രളയം തന്നെ നൽകാൻ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളും നേതാക്കളും ഒക്കെ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചർച്ചയ്ക്ക്, പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കാനുള്ള നീക്കങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവരവരുടെ ഗ്രൂപ്പ് നേതാക്കളെ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുക എന്ന നിലപാടും സ്വീകരിക്കും. അങ്ങനെ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഈ അധ്യക്ഷനും മറ്റു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാകരുത് എന്നതിന്റെ പേരിലാണ് നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച 4 പേരെയും ഓരോ സ്ഥാനത്തേക്ക് നൽകി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ചത്. ആ സമവായ ഫോർമുലയാണ് നിലവിൽ ഗുണത്തേക്കാളേറെ പാർട്ടിക്ക് ദോഷം ചെയ്തിരിക്കുന്നതും. അനുജ, അതെ, അതാണ് നിലവിലില്ലാത്ത ഒരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു തസ്തിക, അത് കേട്ടുകേൾവി ഇല്ലാത്തതാണ് യൂത്ത് കോൺഗ്രസിൽ. അങ്ങനെ ഒരു തസ്തിക എന്തിനുണ്ടാക്കി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലേക്ക് അതൃപ്തിയുടെ സ്വരങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഹൈബി ഈഡനെ പോലെയൊക്കെയുള്ള അവരുടെ ഭാഗത്തു നിന്നും എതിർപ്പിന്റെ സ്വരങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ എന്താകും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതും നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.